സുഹൃത്തുക്കളെ, ഇത്തവണ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുളകുന്നത്തുകാവിലെ ഹരിതനഗറിലെ എൻ്റെ ഒരു അയൽവാസിയും സുഹൃത്തുമായ കവയിത്രി ശ്രീലത സജീവിനെയാണ്. ശ്രീലത തൻ്റെ കലാലയ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രണയങ്ങളും ജീവിതഗന്ധിയായ മറ്റ് സംഭവങ്ങളൊക്കെ കുത്തിക്കുറിച്ച് ഈയിടെയാണ് തൻ്റെ പ്രഥമ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഈ ഹരിതനഗറിലെ തന്നെ ശ്രീകുമാർ കക്കാടാണ്. അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശ്രീലതയുടെ തന്നെ സഹോദരൻ സുനിൽ സുകുമാരനാണ്. വൃത്തിയായി നല്ല അച്ചടിയിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നത് പ്രശസ്തരായ തൃശ്ശൂർ ഗ്രീൻ ബുക്സാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ ഞങ്ങളുടെ തന്നെ മറ്റൊരു അയൽവാസിയായ കവിയും കഥാകൃത്തുമായ സാബു ചോലയിൽ സ്വാഗതം ആശംസിക്കുകയും പിന്നീട് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയും ഉണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറകെ കാണിക്കുന്നത്. അതിന് കമൻട്രി കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ മറ്റൊരു അയൽവാസി ശ്രീമതി സന്ധ്യ പീതാംബരൻ. പിന്നടത്തങ്ങളെക്കുറിച്ച് ശ്രീകുമാർ കക്കാട് മനുഷ്യ സ്നേഹത്തിലൂന്നിയ സത്യാന്വേഷണ ത്വരയും തൻ്റെ ജീവിതത്തിലെ മുൻഗണനകളെ സ്വയം തിരിച്ചറിയാൻ കെൽപ്പേകുന്ന നിരാക്ഷേപമായ സ്വയം ബോധവുമാണ് ഈ കവയിത്രിയുടെയും കവിതകളുടെയും ആത്മബലം. ഓരോ കവിതയും ഓരോ വരിയും ഓരോ വാക്കും ഓരോ മൗനവും നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നവയാണ്. പ്രണയത്തെപ്പറ്റി, പ്രണയ നിഷേധത്തെപ്പറ്റി, മോഹങ്ങളെപ്പറ്റി, മോഹഭംഗങ്ങളെപ്പറ്റി, ജീവിതത്തെപ്പറ്റി, മരണത്തെപ്പറ്റി, വസന്തത്തെപ്പറ്റി, ഗ്രീഷ്മത്തെപ്പറ്റി, അങ്ങനെ വാഴ്വിൻ്റെ നാനാർത്ഥങ്ങൾ തിരഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ അറിയപ്പെടാത്ത വൻകരകളിലൂടെയുള്ള ദേശാടനമാണ് ഇതിലെ കവിതകൾ. ശ്രീമതി ശ്രീലത സജീവന്റെ പ്രഥമ കവിതാ സമാഹാരമായ പിന്നടത്തങ്ങൾ 26 തീയതി മെയ് മാസം 2024 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ ശ്രീ അതുൽ സാഗർ IAS മുളങ്ങുന്നത്തുകാവ് ഹരിതനഗർ മസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. ശ്രീമതി ലതയുടെ അമ്മ ശ്രീമതി രുക്മിണി സുകുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി. കുമാരി കൃപയുടെ പ്രാർത്ഥനാഗാനത്തോടുകൂടി തുടങ്ങിയ ചടങ്ങിൽ കവി ശ്രീകുമാർ കക്കാട് ആമുഖ പ്രഭാഷണം നടത്തി. പുസ്തകം സദസ്സിന് പരിചയപ്പെടുത്തിയത് പ്രഭാഷകനും അധ്യാപകനുമായ ശ്രീ ഹരികുമാറാണ്. ശ്രീമതി അജിത TG, ശ്രീ വാസൻ, ശ്രീ സുദർശൻ, ശ്രീ RK രവി, ശ്രീമതി ഷീജു ജോൺസൺ, ശ്രീമതി ബീന, ശ്രീ വേണുഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങാണ് നടന്നത്. കാരണം താൻ എഴുതിയ കവിത സ്വന്തം അമ്മ ഏറ്റുവാങ്ങുക, കുടുംബാംഗങ്ങളുടെ മുമ്പിൽ, സജീവന്റെ കുടുംബത്തിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓഫ്കോഴ്സ് നിങ്ങളും മക്കളുണ്ട്, പക്ഷേ ഈ ഹരിതനഗർ നിവാസികളുടെ മുമ്പിൽ ഞാനത് പ്രത്യേകം പറയാൻ കാരണം എൻ്റെ ഒരു ജീവൻ മരണ സന്ധിയിൽ എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ കൂടെ നിന്നവരാണ് നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമുക്ക് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. അങ്ങനെ ഇത് പൂർത്തീകരിക്കാനും ആ കവിതകൾ വളരെ ആലാപനം സൗകര്യത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കാനും അതുകൂടാതെ ഇനി എഴുതാൻ പോകുന്ന കവിതയും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ശ്രീമതി ശ്രീലതയുടെ മറുമൊഴിയോടെ പ്രകാശന ചടങ്ങ് സമാപിച്ചു. സഹകരിച്ചും ഒപ്പം നിന്ന എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എല്ലാം നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. സങ്കടമായി നിറയുമ്പോഴൊക്കെയും നീർക്കണമായി നിന്നെ ഞാൻ എന്നിൽ സൂക്ഷിച്ചിടും. സങ്കടമായി നീ എന്നിൽ നിറയുമ്പോഴൊക്കെയും നീർക്കണമായി നിന്നെ ഞാൻ എന്നിൽ സൂക്ഷിച്ചിടും. പിന്നൊരു നാളിനായി കാത്തു നിന്നിരാ തൊടുവിലാശേഖരം
ചിറകടിച്ചു പറന്നുപോയൊരാ സുവർണ്ണകാലപ്പറവകൾ തിരികെ വന്നു ചേക്കേറുമോ അറിയാതെ ഉള്ളതൊരു സരോവര തീരമാകുന്നുവോ ആരോ കള്ളം പറഞ്ഞു പ്രണയം ലഹരിയാണെന്ന് വീണ്ടും നുണയന്മാരുടെ ലോകം പറഞ്ഞു പ്രണയം ഒരനുഭവമാണെന്ന് ഇതൊന്നുമല്ലെന്നൊട്ടു തീർത്തു പറയുവാനാവാതെ വേറാരോ അത് മോഷ്ടിച്ചു അന്ന് മഞ്ഞു കുളിർന്നെന്നും പുഷ്പവല്ലികൾ നികുഞ്ചം തീർത്തെന്നും കാറ്റലകൾ സംഗീതമുതിർത്തെന്നും മഴമൊഴികൾ തേൻമൊഴികളായെന്നും അയാളും മോഹിപ്പിച്ചു. ഞാനുണ്ടോ മനെ നിനക്കരികെ കാവലാളായെന്നും എൻ പാദങ്ങളുണ്ടെന്നും. ശ്രുതി നവീൻ, ശ്വേത, മധു മനോഹർ, ദേവിക, കൃപ എന്നിവർ ശ്രീമതി ശ്രീലതയുടെ കവിതകൾ ആലപിച്ചുകൊണ്ട് ചടങ്ങ് മനോഹരമാക്കി.